എല്ലായിടത്തും മഴ അലേർട്ടുകളൊക്കെ ഉണ്ട്. മാത്രമല്ല ഒരു ജില്ലകളിലൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി പ്രഖ്യാപിച്ചിരിക്കുക കൂടി ചെയ്യുകയാണ് ജില്ലാ കളക്ടർ. സംസ്ഥാനത്ത് ഇന്ന് മധ്യ തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടുണ്ട്. മലപ്പുറം, പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലർട്ട്. ബാക്കിയുള്ള 7ഇടത്തും യെല്ലോ അലർട്ട്. അതായത് കേരളം മുഴുവൻ ഇന്ന് അലേർട്ടാണ്. എല്ലായിടത്തും മഴ പെയ്യുമെന്ന് ആണ് ചുരുക്കം. അപ്പോൾ ഈ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ എറണാകുളം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോൺ ഉണ്ട് നമുക്കപ്പം. അപ്പോൾ ഹാൻസിനോട് ചോദിക്കാം, പൊതുവേ ഉള്ളൊരു മഴ സാഹചര്യം ഇന്ന് എങ്ങനെയാണെന്ന്. ഹാൻസെ, ഗുഡ് മോർണിംഗ്. ഈ എല്ലായിടത്തും അലേർട്ടുണ്ട് ഹാൻസെ. ഇപ്പോൾ ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടും ആയിട്ട് എല്ലാ ജില്ലകളിലും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ ഒരു മഴ സാഹചര്യം? കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം? സേതു, ഗുഡ് മോർണിംഗ്. ഇന്ന് സംസ്ഥാനത്തുടനീളം ശക്തമായ മഴയുണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന വിവരം. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കി 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സേതു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മലപ്പുറം, പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ഈ 7 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നിരവധി ജാഗ്രതാ നിർദ്ദേശങ്ങളും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. ഈ വരുന്ന 29 വരെ കേരളത്തിൽ അതിശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് വകുപ്പ് പറയുന്നത്. അത് പ്രധാനമായും ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതിനാൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. കൂടാതെ ഈ വരുന്ന 28 അഥവാ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് ഈ തീരങ്ങളിലാണ് മത്സ്യബന്ധനത്തിന് വിലക്ക് നിലനിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ പറഞ്ഞതുപോലെ തന്നെ 3 ജില്ലകളിൽ എറണാകുളം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. കൂടാതെ ശക്തമായ കാറ്റുണ്ടാകും എന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാവരും തന്നെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ശക്തമായ മഴ അല്ലെങ്കിൽ ഈ മുന്നറിയിപ്പുകളെല്ലാം മാറാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. സേതു. ഓക്കെ ഹാൻസ്, ശരി. അപ്പോൾ ഹാൻസോനാണ് വിവരങ്ങൾ നൽകിയത്.